നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് 3 മുട്ടയുടെ ഒരു നല്ലൊരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് വരാം. അതിനുവേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഒരു ഫ്രൈ പാൻ അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരു അല്പം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. പെരിഞ്ജീരകം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കൂടരുത്. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ണി പൊട്ടരുത്. നമ്മുടെ മുട്ടയുടെ ഐറ്റം റെഡിയായി. നമുക്കിത് എടുത്ത് കഴിക്കാം. അപ്പോൾ ഈ ഒരൊറ്റ ഐറ്റം മതി നമുക്ക് 1 പ്ലേറ്റ് ചോറ് കഴിക്കാം. അപ്പം ഇന്നത്തെ ആഹാരം തൈരും മുട്ടയും ചോറുമാണ് ഇന്നത്തെ ആഹാരം. നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് 3 മുട്ടയുടെ ഒരു നല്ലൊരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് വരാം. അതിനുവേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഒരു ഫ്രൈ പാൻ അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരു അല്പം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. പെരിഞ്ജീരകം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കൂടരുത്. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ണി പൊട്ടരുത്. നമ്മുടെ മുട്ടയുടെ ഐറ്റം റെഡിയായി. നമുക്കിത് എടുത്ത് കഴിക്കാം. അപ്പോൾ ഈ ഒരൊറ്റ ഐറ്റം മതി നമുക്ക് 1 പ്ലേറ്റ് ചോറ് കഴിക്കാം. അപ്പം ഇന്നത്തെ ആഹാരം തൈരും മുട്ടയും ചോറുമാണ് ഇന്നത്തെ ആഹാരം. നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് 3 മുട്ടയുടെ ഒരു നല്ലൊരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് വരാം. അതിനുവേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഒരു ഫ്രൈ പാൻ അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരു അല്പം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. പെരിഞ്ജീരകം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കൂടരുത്. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ണി പൊട്ടരുത്. നമ്മുടെ മുട്ടയുടെ ഐറ്റം റെഡിയായി. നമുക്കിത് എടുത്ത് കഴിക്കാം. അപ്പോൾ ഈ ഒരൊറ്റ ഐറ്റം മതി നമുക്ക് 1 പ്ലേറ്റ് ചോറ് കഴിക്കാം. അപ്പം ഇന്നത്തെ ആഹാരം തൈരും മുട്ടയും ചോറുമാണ് ഇന്നത്തെ ആഹാരം.